ഹലോ എവരിവൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. മക്കളെ, വെക്കേഷൻ പ്രമാണിച്ച് എന്താണ് നിങ്ങളെ പരിപാടികൾ? എക്സ് ആൻഡ് വൈ ലേണിംഗ് വെക്കേഷൻ വൈബ്സ് എന്നുള്ള പേരിൽ ഒരു 60 ഡേയ്സിന്റെ അടിപൊളി ക്യാമ്പുമായിട്ടാണ് മുന്നിൽ വന്നിട്ടുള്ളത്. അതിന്റെ ആദ്യത്തെ എപ്പിസോഡാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മളെ ആർട്സ്, സയൻസ്, മാത്സ് സബ്ജക്റ്റുകളിൽ ഒരുപാട് എക്സ്പെരിമെന്റുകളും അതേപോലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വൈബായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് എന്തിട്ടുള്ളത് നമ്മൾ എത്തിയിട്ടുള്ളത്. ഓരോ ദിവസങ്ങളിലും ഇതിന്റെ വീഡിയോസ് എന്ത് ചെയ്യും ഇറങ്ങും. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അത് വായിച്ചു നോക്കി നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. അപ്പൊ ഇന്ന് ഒരു അടിപൊളി കെമിസ്ട്രി എക്സ്പെരിമെന്റുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ മക്കളെ, നമ്മളെ ഈ ഒരു അടിപൊളി എക്സ്പെരിമെന്റിന് നമുക്ക് ചെയ്യാൻ വേണ്ട ആവശ്യമായിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു ഫ്രീ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ, ഞാൻ 10 രൂപയുടെ നമ്മുടെ ടിലോയുടെ ഒരു ഒഴിഞ്ഞ കുപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളെ വിനെഗർ വേണം, അതേപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ, അതേപോലെ തന്നെ ഒരു ബലൂൺ. അപ്പൊ ഞാൻ ഇതിൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു ഫ്രീ ബോട്ടിലിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, വിനെഗർ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, വീട്ടിൽ നിന്ന് എക്സ്പെരിമെന്റ് ഇതേ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം വിനെഗർ എന്ത് ചെയ്യണം, നമ്മുടെ ബോട്ടിലേക്ക് ഞാൻ എന്ത് ചെയ്തു, പോർ ചെയ്തിട്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഇതിന്റെ ഒരു ഹാഫ് ഭാഗത്തോളം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വിനെഗർ എടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് കൂടുതൽ അളവിൽ നമ്മുടെ എക്സ്പെരിമെന്റ് റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ ബലൂണിലേക്ക് മാക്സിമം എന്ത് ചെയ്യണം, നമ്മുടെ ഈ പറഞ്ഞ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം. ഓക്കെ, ഞാൻ ഈ ബേക്കിംഗ് സോഡ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ കവറൊക്കെ പൊട്ടിച്ച് ഞാനിതാ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബലൂണിലേക്ക് ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, മാക്സിമം എന്ത് ചെയ്യാം, നമുക്ക് ബേക്കിംഗ് സോഡ ബലൂണിലേക്ക് ആഡ് ചെയ്യാം. എത്രത്തോളം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു എക്സ്പെരിമെന്റ് കുറച്ചും കൂടിയും നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ, ഏകദേശം ബലൂണിന്റെ പകുതിയോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡ നിറച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മുടെ എക്സ്പെരിമെന്റിന്റെ റിയൽ പാർട്ട് വരുന്നത്. റെഡി? അപ്പോൾ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, എൻ്റെ കയ്യിലുള്ള ഈ ഒരു വിനെഗറിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം. ഒറ്റയടിക്ക് ഞാൻ ആഡ് ചെയ്യൂല, നേരെ മറിച്ച് ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഈ ഓപ്പൺ പാർട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ വിനെഗറിൻ്റെ ഭാഗത്തേക്ക് ആ ബോട്ടിലിൻ്റെ ഏറ്റവും ടോപ്പ് സൈഡിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബലൂണ് എന്ത് ചെയ്യുന്നു, ഞാൻ സ്വാഭാവികമായിട്ടും ബലൂൺ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താകും, ബലൂണിലുള്ള ആ ബേക്കിംഗ് സോഡ വിനെഗറിലേക്ക് സ്വാഭാവികമായിട്ടും വീഴും. റെഡി? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ചെയ്യാൻ പോവാണേ. ഞാൻ എന്ത് ചെയ്തു, ബലൂൺ ഉയർത്തി, അതോടുകൂടി നമുക്കിവിടെ കാണാൻ പറ്റും, യെസ്, അവിടെ എന്തോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻ്റെ റിസൾട്ട് ആയിക്കൊണ്ട് നമ്മുടെ ബലൂണിൽ ഇതാ എന്തായിരിക്കുന്നു, വീർത്ത് വന്നിട്ടുണ്ട്, ബ്ലോ ചെയ്ത് വന്നിട്ടുണ്ട്. റിയാക്ഷൻ ഏകദേശം അവസാനിച്ചു എന്ന് തോന്നുന്നു. യെസ്, മക്കൾക്ക് പറയാൻ പറ്റുമോ, ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഞാനിവിടെ എൻ്റെ വായ കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. നേരെ മറിച്ച് എന്ത് ചെയ്തിരിക്കുന്നു, ഈ ഒരു ബലൂണിൽ എന്തോ ഒരു ഗ്യാസ് അല്ലെങ്കിൽ വാതകം എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഏത് വാതകമാണ്, ഗ്യാസ് ആണെന്നുള്ളത് മക്കൾക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇതിന്റെ പിന്നിലുള്ള സയൻസ് എന്ത് ചെയ്യാം, ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്നത് വിനെഗർ ആണ്. വിനെഗർ നമുക്കറിയാം കെമിക്കലി അസറ്റിക് ആസിഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. എൻ്റെ കയ്യിലുള്ള ബേക്കിംഗ് സോഡ അല്ലെ, സോഡിയം ബൈകാർബണേറ്റ് ആണ് എന്ത്, ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. സോഡിയം ബൈകാർബണേറ്റും വിനെഗറും നമുക്ക് പഠിച്ചിട്ടുണ്ടാകും, ഒരു കാർബണേറ്റ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ റിയാക്ഷന്റെ റിസൾട്ട് ആയിക്കൊണ്ട് ഏത് ഗ്യാസാണ് ഉണ്ടാവുക? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഈ ബലൂണിൽ എന്താണ് മക്കളെ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വല്ല മാർഗവുമുണ്ടോ? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന്റെ ഒരു പ്രത്യേകത നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആയിട്ടുള്ള ഗ്യാസ് ആണ്, തീയിനെ അണയ്ക്കുന്ന ഒരു ഗ്യാസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് തീയിനെ അണയ്ക്കുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഒരു കാര്യം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ എന്തിരിക്കുന്നു, ഒരു ക്യാൻഡിൽ എടുക്കാം, ആ ക്യാൻഡിൽ എന്ത് ചെയ്യുന്നു, ഒന്ന് ബേൺ ചെയ്യാം. അപ്പോൾ ഞാനൊരു ക്യാൻഡിൽ എടുത്തിട്ടുണ്ട് മക്കളെ. ആ ക്യാൻഡിൽ എന്ത് ചെയ്യാം, നമുക്കൊന്ന് കത്തിക്കാം. കത്തിച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ സാധിക്കുക എന്നുള്ളത് നമുക്കൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ക്യാൻഡിൽ ബേൺ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഈ ക്യാൻഡില് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. റൈറ്റ്. ഓക്കെ, ഇനി നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ ഞാൻ ഈ ക്യാൻഡിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ബലൂണിലുള്ള
കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വന്നപ്പോഴേക്കും എന്ത് ചെയ്തോടാ, കാൻഡിൽ ബേൺ ഔട്ട് ആയി പോയി അല്ലെ, കാൻഡിൽ കെട്ടുപോയി. അപ്പൊ ഇത് നമുക്ക് ഉറപ്പിക്കാം എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു റിയാക്ഷന്റെ റിസൾട്ട് ആയിക്കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്ന സാൾട്ടും വാട്ടറുമാണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഒരു ഫയർ ഡിസ്റ്റിങ്വിഷർ ഗ്യാസ് ആയതുകൊണ്ടാണ് ഈ കാൻഡിൽ ബേൺ ഔട്ട് ആയി പോയത്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മെത്തേഡ് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളൊന്ന് അന്വേഷിച്ച് ഈ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്ത് ചെയ്യുക, ഈ ഒരു എക്സ്പെരിമെൻ്റ് എല്ലാവർക്കും വീട്ടിൽ നിന്ന് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻ്റ് ആണ്. നമ്മളെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം വൈബിൻ്റെ വെക്കേഷൻ വൈബിൻ്റെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ നിങ്ങൾ ചെയ്ത റിസൾട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഈ ഒരു ക്യാമ്പ് കഴിയുന്നതോട് കൂടിയിട്ട് നല്ല അടിപൊളി, ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് അടിപൊളി ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ എക്സാം വൈബ് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗിഫ്റ്റൊക്കെ നമുക്ക് നിങ്ങൾ നേടിയെടുക്കണം. ഇനിയുള്ള ദിവസങ്ങളും വെക്കേഷൻ വൈബിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.